നിങ്ങൾക്ക് നന്മ വരും, നിങ്ങളുടെ പ്രവർത്തികളുടെ ഫലം നിങ്ങൾ അനുഭവിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 10-ാം തിരുവചനം. പ്രിയപ്പെട്ടവരെ, 2 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, നിങ്ങൾക്ക് നന്മ വരും, യു വിൽ ബി ഫൈൻ. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ പ്രവർത്തികളുടെ ഫലം നിങ്ങൾ അനുഭവിക്കും. ഇതിൽ 2-ാമത്തെ കാര്യം നമ്മൾ ആദ്യം പറയാൻ വേണ്ടി പോവാണേ. 2-ാമത്തെ കാര്യം എന്താണ്? നിങ്ങളുടെ പ്രവർത്തികളുടെ ഫലം നിങ്ങൾ അനുഭവിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നോ അത് നമ്മൾ അനുഭവിച്ചിട്ടേ ഇവിടെ നിന്ന് മടങ്ങിപ്പോകും. അത് നല്ലതാണെങ്കിലും ചീത്തതാണെങ്കിലും, നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും, ചെയ്യുന്നത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും, എന്താണെങ്കിലും നമ്മൾ ഈ ലോകത്ത് വെച്ച് തന്നെ അനുഭവിച്ചിട്ടേ പോകും. അതുകൊണ്ടാണ് പണ്ട് കാരണന്മാർ പറഞ്ഞ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലേ, കൊടുത്താൽ കൊല്ലത്തും കിട്ടും അല്ലേ? ശരിയാണോ? ശരിയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ ജീവിതം കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് എന്താ? അനേകർക്ക് നന്മ ചെയ്യുക, നല്ലത് പറയുക, നല്ലത് കാണുക, സൽപ്രവർത്തികൾ ചെയ്യുക. ഇതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇന്ന് മനുഷ്യരെന്താ ചെയ്യുന്നത്? നല്ലത് ചെയ്യേണ്ടതിന് പകരം ഒരു വ്യക്തി എങ്ങനെ തകർക്കാം അതിനുവേണ്ടി ഗൂഢാലോചന നടത്തുന്നു, ഇല്ലാത്തത് പറയുന്നു, കുറ്റം പറയുന്നു, പരദൂഷണം പറയുന്നു, അഹങ്കാരം, അസൂയയും വെറുപ്പും ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഒരാളെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ പലരും നമ്മെ തകർക്കാനുണ്ടാകും. നമ്മൾ ഒരാളെ സഹായിക്കാൻ ശ്രമിച്ചാൽ പലരും നമ്മളെ സഹായിക്കാനുണ്ടാകും. നമ്മൾ വഴി ആരെങ്കിലും കരഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ നമ്മളും കരയും. നമ്മൾ വഴി ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ പലരും വഴി നമ്മളും രക്ഷപ്പെടും. അതായത് കൊടുത്താൽ നമുക്ക് തിരിച്ചു കിട്ടും. അത് ഈ ലോകത്തിൻ്റെ ഒരു സ്വഭാവമാണ്, പ്രകൃതിയുടെ ഒരു നിയമമാണ്, ദൈവത്തിൻ്റെ ഒരു സംവിധാനമാണ്. അതുകൊണ്ട് നല്ലത് പറ, നല്ലത് ചെയ്യ്, നല്ലത് കാണ്, നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കുക. അപ്പം 2-ാമത്തെ കാര്യമാണ് അതായത് നിങ്ങളുടെ പ്രവൃത്തികളുടെ ഫലം നിങ്ങൾ അനുഭവിക്കും അല്ലേ? നല്ലതേ നിനക്ക് വരൂ എന്ന് കേൾക്കാൻ നമുക്ക് ആഗ്രഹമില്ലേ? നമ്മുടെ മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് അല്ലേ, നമ്മുടെ അധ്യാപകരുടെ കയ്യിൽ നിന്ന്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്, നിങ്ങൾക്ക് നന്മ വരും, നിങ്ങളുടെ പ്രവൃത്തികളുടെ ഫലം നിങ്ങൾ അനുഭവിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 10-ാം തിരുവചനം നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങൾ അനുഗ്രഹമായി മാറട്ടെ, അഭിഷേകമായി മാറട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.